കോഴിക്കോട് കൂടരഞ്ഞിയിലെ വീട്ടുകിണറ്റിൽ വീണ വന്യജീവിയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പെരുമ്പുളയിലെ കുര്യന്റെ പറമ്പിലെ വീട്ടുകിണറ്റിലാണ് വന്യജീവി വീണത്. വൈകിട്ട് വരെ ജീവിക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. വെള്ളമില്ലാത്ത കിണറിന്റെ അടിയിലെ മാളത്തിൽ വന്യജീവി ഉണ്ട് എന്നാണ് ഇപ്പോഴും കരുതുന്നത്. കടുവ ആണെന്നാണ് നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ വനം വകുപ്പ് അധികൃതർ വന്യജീവി ഏതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. താമരശ്ശേരി റേഞ്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കിണറിനകത്ത് സ്ഫോടനം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് ക്യാമറ കെണി സ്ഥാപിക്കുകയായിരുന്നു. കിണറിന്റെ മുകൾ ഭാഗം കമ്പിവേലി കൊണ്ട് മറച്ചിട്ടുണ്ട്. നാളെയും തെരച്ചിൽ തുടരുമെന്നാണ് താമരശ്ശേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പ്രേം ഷമീർ പറയുന്നത്. കിണറിനകത്ത് ക്യാമറ ഇറക്കിയ ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചിരിക്കുന്നു. അത് കാണാം. നിലവിൽ ഇതുവരെ എന്താണ് ജീവി എന്നുള്ളത് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല. ഇവർ കണ്ടതൊരു നിഗമനം വെച്ചിട്ടാണ് മാക്സിമം പുലി ആയിരിക്കാം എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇവർ പറഞ്ഞ വാലിന് നീളമുണ്ട്, ബാക്ക് ഭാഗം കണ്ടു, ഒരാൾ പുള്ളി ഉണ്ടെന്ന് പറയുന്നു, ഒരാൾ വരയുണ്ടെന്ന് പറയുന്നു. എന്നാലും പുലിക്കുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. അത് എന്താണെന്നുള്ളത് സ്ഥിരീകരിച്ചതിന് ശേഷം ബാക്കി നടപടികൾ എന്താണെന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മുടെ വെറ്റിനറി ഡോക്ടർ നിലമ്പൂരാണുള്ളത്. നിലമ്പൂരിൽ നിന്ന് വെറ്റിനറി ഡോക്ടർ ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്. പിന്നെ കൂട് കൊണ്ടുവരാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി നടപടികൾ എന്താണെന്നുള്ളത് സ്ഥിരീകരിച്ചതിന് ശേഷം നമുക്ക് രാവിലെയാണ് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇവിടെ കുര്യൻ എന്ന് പറഞ്ഞ ആളുടെ കിണറ്റിനകത്ത് ലെപ്പേർഡ് വീണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. നമുക്ക് അനിമലിനെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ ക്യാമറകളെല്ലാം ഇറക്കിയിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഐഡന്റിഫൈ ചെയ്ത ഉടനെ തന്നെ അതിനെ മയക്കുവെടി വെച്ചിട്ട് നമ്മൾ കിണറ്റിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഇവിടുന്ന് മാറ്റി ഉൾക്കാട്ടിൽ തുറന്നിടാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യുന്നതാണ്.